ഇപ്പൊ ടൈമും അവളങ്ങനെ മഴയത്താക്കിയതുകൊണ്ട് അവൻ കുറെ തവണയായിട്ട് ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണ് അവസാനം ഇവളുടെ ഫോൺ ചാർജായി റിങ് ആവുന്നത്. അങ്ങനെ അതുകൊണ്ട് ഹാരി അടുത്തില്ലാത്തോണ്ട് ആ സ്റ്റാഫ് ആയിരിക്കും വല്ല ഇമ്പോർട്ടന്റ് ആന്ന് വിചാരിച്ച് അവരെ ഫോൺ എടുത്ത് ഇവിടെയുള്ള കാര്യം പറയുന്നത്. അതിനേശം അവൻ നേരിട്ട് വന്നിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിനെ പോലെ കാണിക്കുമ്പം മറ്റു യൂറയാണ് അസൂയപ്പെട്ട് ഇതാരാ ഹാരി എന്ന് പറഞ്ഞ് അവളിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് അവനും ഞാനാണ് ഹാരിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് കണ്ട് അവളാണ് ഷോക്കായി നീ എന്തോടെ കാണിക്കുന്നതെന്ന് അവന് റിയാക്ഷനെ കൊടുക്കുമ്പം അതേസമയം അവരെല്ലാം ഇവരും കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് നമുക്ക് പോയാലോ ബേബ് എന്ന് പറഞ്ഞ് അവനെ കണ്ണടിച്ച് കാണിച്ചിട്ട് ഇപ്പൊ ഇവരോട് ഒരുമിച്ച് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവളാണ് പുറയുന്നവനെ തടഞ്ഞു നിർത്തി ഇവൻ എന്തു ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് ബോയ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്തതിന് താങ്ക്സ് അല്ലേ പറയേണ്ടതെന്ന് ഇവളോട് പറയും. ഇത് കേട്ട് അവളും ദേഷ്യത്തി താങ്ക്സോ ആദ്യം നീ സോറി ചോദിച്ചോ, ഒരു മഴയത്ത് എവിടാന്നോലും അറിയാതെ എന്നെ അങ്ങ് ഇറക്കിയിട്ടിട്ട് പോയതല്ല നീ എന്നിന് അവളും ചോദിക്കുമ്പം അവനാണ് ആ തെറ്റായെന്ന് മനസ്സിലായതുകൊണ്ട് ആ മീറ്റിംഗ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് ഇവൾ അന്വേഷിച്ച് വന്നേന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളും എങ്കിപ്പൻ ഇവനെല്ലാം പറ്റിക്കാണെന്ന് അവൾ ചുമ്മാ തെറ്റിയിരിക്കും എന്നറിഞ്ഞ് അവന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവനാണ് അവളുടെ ഫ്രണ്ട്സിന്റെ പുറകെ ഇങ്ങനെ ചെല്ലും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് വെറുതെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇവിടുന്ന് പോകാന്ന് അവനോട് പറയും. പക്ഷെ ആ സമയത്താണ് ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഇരുന്ന് സത്യത്തിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആണോ അല്ലെ ചുമ്മാ കള്ളം പറയാണെന്ന് പറഞ്ഞ് ഇവരൊക്കെ സംശയപ്പെട്ട് സംസാരിക്കുമ്പം ഇവിടെ ടൈമും ഇനിയും ഞാൻ പോണെന്ന് പറഞ്ഞ് അവനും കുറച്ച് ഗമയൊക്കെ ഇട്ട് അവൾ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവനും ഇപ്പോഴും ഇവളെ കുറിച്ച് താഴ്ത്തി വിചാരിക്കുന്നവരുടെ ഫ്രണ്ട് നാണം കടന്നെന്ന് പറഞ്ഞ് ഇവൾക്ക് പൊങ്ങച്ചം കാണിക്കാൻ അവൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവരുടെ കൂടെ ഒരുമിച്ച് അവനും കഴിക്കുമ്പം അവള് ഫുഡിന്റെ പ്രൈസ് കണ്ട് പേടിച്ചിരിക്കുന്നുണ്ട്. അവനാണ് ഹണി ഞാനുള്ളപ്പോ നീ എന്തിനാ പൈസയൊക്കെ നോക്കുന്നത്, എന്നെ മാത്രം നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാങ്ങിച്ചെരുത്തില്ല, എന്റെ ATM കാർഡ് പോലെയാണ് നമ്മുടെ പ്രണയവും, അതിനൊരു ലിമിറ്റും ഇല്ല എന്നിന് അവനും ഭയങ്കര റിച്ചാന്നുള്ള കാര്യം കാണിച്ച് ഇവരുടെ ഫ്രണ്ട് ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇത് കണ്ട് മൊത്തത്തിൽ അങ്ങ് വീണും. അതിനേശം അവന് ചെറിയ ചെറിയ പൊടിയൊക്കെ എടുത്ത് ഇങ്ങനെ കളയുമ്പം അവളാണ് ഇവൻ എന്തോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് ഷൈ ആയിട്ടൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇവളെ തന്നെ നോക്കാതെ കഴിക്കാൻ പറയുമ്പം അവനാണ് ഇവളെ കണ്ടോണ്ടിരുന്നാൽ തന്നെ അവന്റെ വിശപ്പെല്ലാം മാറുന്നറിയും. ഇത് കേട്ട് അവൾക്കാണ് പെട്ടെന്ന് ചുമ വന്നുടനെ ഇവനും ഇങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഇവൾക്ക് ഡീസന്റ് ആയിട്ട് ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് മറ്റുള്ളവന്മാരൊക്കെ അസൂയപ്പെട്ടിരിക്കും. അതിനേശം അവളിങ്ങനെ വാഷ്റൂം പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഇവനാണ് ഇവളില്ലാത്ത സ്ഥലത്ത് അവൻ എന്തിനു ഇരിക്കണം എന്നറിഞ്ഞ് അവന് കൂടരാന്നറിയും. പക്ഷെ അവൾ ഒറ്റയ്ക്ക് പോയിക്കോളാന്നൊക്കെ ഇവനോട് കെഞ്ചി നോക്കുമ്പം അവൻ ഇവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവൻ എപ്പോഴും കൂടെ തന്നെ കാണുന്നറിഞ്ഞ് കുറച്ച് ക്ലിഞ്ചി ആയിട്ടൊക്കെ ഒരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ മറ്റുള്ളവന്മാരാണ് മൊത്തത്തെങ്ങി വീണും. പക്ഷെ ഇവിടെ ഹാരിയാണ് ഇതൊക്കെ കുറച്ച് ഓവർ ആക്ടിങ് ആന്ന് വിചാരിച്ച് അവളും ചിരിച്ചോണ്ട് അവന്റെ കൂടെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് വഴി കൂടെ അടുത്തിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവളാണ് അവളെ പിടിച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് നോക്കിപ്പോ മനുഷ്യ എന്റെ ഗേൾ ഫ്രണ്ട് നടക്കുന്നുണ്ടില്ലേ, ഹണി നിനക്കൊല്ലം പറ്റിയോ എന്നിട്ട് അവനും കുറച്ച് ഓവറായിട്ട് കെയറിങ് ചെയ്യുമ്പം ഇത് കണ്ട് അവൾമാരും ഇങ്ങനത്തെ ഒരു പയ്യനെ എന്റെ ജീവിതത്തിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് വായി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ യുറയ്ക്കാണ് മൊത്തത്തിൽ അങ്ങ് ദേഷ്യമാകും. അങ്ങനെ അതിനേശം ഇവരൊക്കെ ഹാരിയോട് എന്തോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പം അവനാണ് ഹാരിയെ കാണാൻ ഭയങ്കര സുന്ദരിയല്ലേ, എന്റെ ജീവിതത്തിൽ ഇവളെ പോലെ ഒരു സുന്ദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്നിന് അവൻ അവളെ നോക്കി പറയുമ്പം ഇത് കേട്ട് അവളാണ് നാണിച്ചിട്ട് മതി മതി കുറച്ച് ഓവറായിട്ടൊന്നും പോകണ്ട എന്നിന് അവൾ പറയുമ്പം അവനാണ് ഓവറായിട്ട് പോയതല്ല, നിന്നെ കാണാൻ അത്രയ്ക്ക് അടിപൊളിയാന്നറിഞ്ഞ് അവൻ ആ സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് ഇവൻ ഇത്ര സിമ്പിൾ ആയിട്ടൊക്കെ ഈ ഡയലോഗ് പറയുന്ന കേട്ടാ ഇവൻ കുറെ പെമ്പിള്ളേര് ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നിന് അവൾ ഇങ്ങനെ തെറ്റിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട്സ് ആണ് മറ്റേ യൂറയെ നോക്കി ഒരേ ശിവളുടെ ബോയ് ഫ്രണ്ട് മിൻഹോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇതേപോലെ സ്വീറ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പറയുമ്പം ഇത് കേട്ട് ടൈമോ ആണ് ജെഫ് മിൻവോനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവരൊക്കെ ഇവന് മിൻവോനെ പരിചയമുണ്ടോന്ന് പറഞ്ഞ് അവരതിനെ കുറിച്ച് തിരക്കുമ്പം അവനാണ് ഇവന്റെ കമ്പനിയിലെ മിൻവോയും വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ അവൻ ആ കമ്പനിയുടെ ബോസ് എന്ന് പറയുമ്പം ഇവിടെ ഹാരി ടെൻഷനായി അവളുടെ ഡ്രസ്സ് ഫുൾ അങ്ങ് വൈനാക്കും. അതിനേശം അവൻ ഇങ്ങനെ തുടച്ചളയാൻ വേണ്ടി പോകുമ്പം ഇവളുമാരൊക്കെ അപ്പൊ ഹാരി ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബോസ് ആണെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഭയങ്കര സ്തംഭിച്ചു. അങ്ങനെ അതിനേശം ഇവര് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പം മറ്റുള്ളവന്മാരാണ് ഇന്ന് ചെലവേന് താങ്ക്സ് ടൈമിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് യൂറയും കുറച്ച് അസൂയപ്പെട്ട് ഇവരവിടെ താമസിക്കാമെന്ന് ചോദിക്കുമ്പം ഹാരിയാണ് ഇന്ന് തിരിച്ച് നാട്ടിൽ പോകുമെന്ന് പറയാൻ വേണ്ടി വരും. പക്ഷെ അവനാണ് അവൾ അടുപ്പിച്ചിട്ട് ഇന്ന് ഇവിടെ തന്നെ താമസിക്കാമെന്ന് പറയും. അപ്പോഴാണ് മറ്റവളും എങ്കിൽ പിന്നെ ഇന്ന് ചെലവേതുകൊണ്ട് നാളെ അവർ ചെലവേയാന്നറിഞ്ഞ് ഇവർക്ക് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനേശം ഇവിടെ ഹാരിയും ഇന്ന് ഇവിടെ താമസിക്കാനോ, നമുക്ക് തിരിച്ച് സ്ഥലത്ത് പോണ്ടേ എന്നതിന് അവൾ ചോദിക്കുമ്പം അവനാണ് ഈ സമയത്ത് ബസ്സും ഇല്ല, അവൻ വൈന കുടിച്ചോണ്ട് കാറ് ഓട്ടിക്കാൻ പറ്റത്തില്ലെന്നറിഞ്ഞ് അവൻ അവിടെ നടന്നു പോകും. അങ്ങനെ അതിനേശം ഇവർ രണ്ടുപേരും കൂടെ ഓരോ റൂമിലേക്ക് പോകുമ്പം അവളാണ് കുറച്ച് ടെൻഷനായി രണ്ടുപേര് വേറെ വേറെ റൂം എടുത്തൂടെ എന്നറിഞ്ഞ് അവനോട് ചോദിക്കും. ഇത് കേട്ട് അവനാണ് വേറെ വേറെ റൂം എടുത്ത പിന്നെ ഇവളുടെ ഫ്രണ്ട്സിനെല്ലാം സംശയം വരത്തില്ലെന്ന് പറഞ്ഞ് അവന് കടിക്കത്തൊന്നുമില്ല, അതുകൊണ്ട് ഇവള് വെറുതെ പേടിക്കണ്ടെന്ന് പറയും. അതുകൊണ്ട് ഇവളെ ബെഡിൽ കിടക്കാൻ പറഞ്ഞിട്ട് അവൻ സോഫയിൽ കിടന്നോളെന്ന് പറയുമ്പം ഇവളാണ് എനിക്ക് സോഫ മതി എന്ന് പറഞ്ഞ് ഇവളവിടെ കിടന്ന് ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവിടെ കിടക്കുവാണെങ്കിൽ കടന്നോ, നീ ഉറങ്ങിയതിന് ശേഷം നിന്നെ പൊക്കിയെടുത്ത് ഞാൻ ബെഡിലായിക്കോളാം, അതാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നിന് ഇവനിങ്ങനെ അടുത്തവൻ ചോദിച്ചോടനെ അവള് നെർവസായി ബെഡിൽ തന്നെ കിടന്നുറങ്ങാൻ പോകും. ഇതേ സമയം യൂറ അവളുടെ റൂമിൽ ഇരുന്നോണ്ട് ആർക്ക് അങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് കിട്ടി, എനിക്ക് വെറുപ്പ് വരുക എന്നിന് അവൾ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് ഇവളുടെ ബോയ് ഫ്രണ്ട്
മിൻവോയും വരും. അപ്പോഴാണ് ഹാരി അവളുടെ ബോയ് ഫ്രണ്ടും കൂടെ ഇവിടെ വന്നേക്കുന്ന കാര്യം പറയുമ്പം അവനാണ് ഹാരി ബോയ് ഫ്രണ്ടായിട്ട് വന്നറിഞ്ഞ് അവൻ കുറച്ച് ഷോക്കായിരിക്കും. അപ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ട് ആരാന്ന് അപ്പൊ ഇവൻ അറിയത്തില്ലെന്ന് ചോദിക്കുമ്പം അവനാണ് അറിയത്തില്ലെന്ന് പറഞ്ഞ് അതാരാൻ ചോദിക്കും. ഇത് കേട്ട് അവളും ഷോക്കായാലെന്ന് പറഞ്ഞ് അത് അവളുടെ ബോസ് കങ്ടേമോ എന്ന് പറയും. അതേസമയം ഇവിടെ ഹാരിയും കുറച്ച് ടെൻഷനായി അവനേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് ഇവള് ബെഡ്റൂമിൽ വന്നിരിക്കുമ്പം ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെയാണ് ഒരു സാധാ ജോലിക്കാർ ഇവളെങ്ങനെ ഒരു റിച്ച് ആയിട്ടുള്ള ബോസിനെ സെറ്റാക്കിയും ചോദിക്കും. ഇത് കേട്ട് ഇവളിങ്ങനെ ദേഷ്യപ്പെടുമ്പം അവിടെ ഇരുന്ന് ടൈമോ ആണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അതൊന്നുമല്ല ഇവളുടെ ഫ്രണ്ട്സ് ഇവൻ യഥാർത്ഥത്തെ ബോയ് ഫ്രണ്ടാന്ന് വിചാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കാമെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ എന്റെ ആക്ടിങ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നു, എങ്കിൽ പിന്നെ നമ്മളെങ്ങനെ പ്രണയത്തിൽ എന്ന് ചോദിക്കുവാണ് ആദ്യം കണ്ടപ്പോ ഞാൻ നിന്റെ അടുത്ത് പ്രണയത്തിൽ വീന്നങ്ങ് പറഞ്ഞാൽ മതി. എന്നിട്ട് അവന് സത്യസന്ധമായിട്ട് പറയുമ്പം ഇവളാണ് ഇവൻ എന്തോ പറഞ്ഞെന്ന് അവളൊന്നും കൂടെ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് ടൈപ്പ് ചെയ്യാൻ ഒരു മടിയാണ്, അവൻ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറയും. അതോടെ അവളാണ് പേടിച്ചിട്ട് അതിന്റെ ആവശ്യമില്ലെന്നറിഞ്ഞ് അവനെ തടഞ്ഞിർത്തും. അതിനുശേഷം അവളും ഇങ്ങനെ ഈ കള്ളം പറഞ്ഞുകൊണ്ട് അവൾക്ക് വല്ല കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവൻ കമ്പനി വെച്ച് ഇവളുടെ ഫ്രണ്ട് മിൻവോനെ കണ്ടുമുട്ടുവാണ്, ഇവൻ അൺകംഫർട്ടബിൾ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് അവള് ചോദിക്കുമ്പോൾ അവനാണ് ഇവനെ ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാണോ അല്ല ഇവളുടെ ക്രഷിനെ കുറിച്ച് ആലോചിച്ച് ഇവളെ വിഷമിക്കണം ചോദിക്കും. അങ്ങനെ അത് കേട്ട് അവളാണ് ഞെട്ടിപ്പോയി ഇവൾക്ക് അവൻ ഇഷ്ടമായിരുന്നെന്ന് ഇവൻ അങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പം അവനാണ് അതുപോലെ അറിയാത്ത മണ്ടനെന്നല്ലെന്ന് പറഞ്ഞ് ഇവൻ തിരിച്ചു പറയുമ്പം അവൾ ആ വൺ സൈഡ് ക്രഷൊക്കെ എപ്പോഴേ ഇവള് നിർത്തിയെന്ന് പറഞ്ഞ് ഇവന്റെ മണ്ടത്തരെ നിർത്താൻ വേണ്ടി പറയും. ഇത് കേട്ട് ഇവനാണ് സന്തോഷത്തി സത്യത്തിൽ അപ്പം നിനക്ക് അവനോട് ഇഷ്ടമൊന്നുമില്ല, എങ്കിൽ പിന്നെ അതാ എനിക്കും വേണ്ട, കാരണം ഒരു ചീറ്റ് ചെയ്യുന്ന ഗേൾ ഫ്രണ്ട് എനിക്കും വേണ്ട. എന്നിട്ട് അവൻ പറയുമ്പോൾ തന്നെ അവളും പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി ഇവൻ നല്ലോണം ആക്ടിങ് ചെയ്യുന്ന പറഞ്ഞ് ഇവനൊരു ആക്ടർ ആകാൻ പറയും. അപ്പോഴാണ് അവനെ കൊണ്ട് ഇതല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പറയുമ്പം ഇവള് പേടിച്ചിട്ട് എങ്കിൽ പിന്നെ നീ പോയി കിടന്നോ, കാരണം എനിക്കിപ്പം നല്ലോണം ഉറക്കം വരിക. എന്നിട്ട് അവളിങ്ങനെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇവനാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ആ ഡോർ ക്ലോസ് ചെയ്തിട്ട് അങ്ങ് പോകും. പക്ഷെ അവൾക്ക് ഹാർട്ട് ബീറ്റ് മൊത്തത്തിൽ കൂടി അവൾക്ക് ഉറക്കം വരത്തില്ല. അതേപോലെ തന്നെ അവനും ഉറക്കം വരത്തില്ലെന്ന് പറഞ്ഞ് ആ സോഫയിൽ തന്നെ കുത്തിയിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഹാരി ഉറക്കത്തിരിക്കുമ്പം ടൈമോനെ ഫോൺ വിളിച്ചിട്ട് ഇവൾ ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുണർത്തും. അപ്പോഴാണ് അവളാണ് ഇത്രയും താമസിച്ചോ, സോറി ഞാൻ ഇപ്പൊ ഒന്ന് കിടന്നുറങ്ങിയതേ ഉള്ളു. എന്നിട്ട് അവനെ തപ്പിയിട്ട് അവനെ വിടാൻ ചോദിക്കുമ്പം അവനാണ് ഈ ഹോട്ടലിലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇവളെ അന്വേഷിച്ച് ഒരാൾ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവൾ ആരാൻ ചെന്ന് നോക്കുമ്പം അവിടുത്തെ സ്റ്റാഫാണ് ഇവൾക്ക് ധരിക്കാൻ വേണ്ടി കുറെ വെറൈറ്റി ഡ്രസ്സിങ്ങിനെ കൊണ്ടുവന്ന് വെച്ചേക്കും. അങ്ങനെ ഇതൊക്കെ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുക. അതുകൊണ്ട് അവന് മെസ്സേജ് അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ വൈറ്റ് ഇട്ട നമുക്ക് കപ്പിൾസ് ആയിട്ട് സെയിം ഡ്രസ്സിൽ പോകാന്ന് പറയുമ്പം അവളാണ് മെസ്സേജ് കണ്ടിട്ട് ഇവിടെ കുറച്ച് ഷൈ ആകും. ഇതേ സമയം ഇവിടെ ഹാരിയുടെ കൂട്ടുകാരിയും അവൾ ഉറക്കത്തിൽ നിന്നിട്ട് പുറത്തേക്ക് വരുമ്പം ഇവളാണ് ഇവളുടെ വീട്ടിലല്ല സെക്രട്ടറിയുടെ വീട്ടിലാന്ന് മനസ്സിലാക്കും. അതോടെ അവളാണ് ടെൻഷനായി ഇവന്റെ വീട്ടിൽ എങ്ങനെയെന്ന് പറഞ്ഞ് അവൾ എന്തോ സംഭവിച്ചെന്നിങ്ങനെ ആലോചിച്ചൊക്കെ നോക്കും. അതേസമയം ഇവിടെ ഹാരിയാണ് അവൻ പറഞ്ഞ പോലെ ഡ്രസ്സാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് അവളും കുറച്ച് നാണിച്ചൊക്കെ ഈ ഡ്രസ്സ് കാണാൻ കൊള്ളാന്ന് ഇട്ടെന്നേ ഉള്ളു, അല്ലാതെ കപ്പിൾസ് ആയിട്ട് ഇടാൻ വേണ്ടി ഒന്നുമില്ല. എന്നിട്ട് ഇവളിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട് പുറത്തേക്ക് വരുമ്പം മിൻവോനെ കണ്ടുമുട്ടും. അപ്പോഴാണ് ഇവളുടെ ബോസിനെ ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവന് ചോദിക്കുമ്പം അവളും കുറച്ച് ഷോക്കിൽ അതേന്ന് അവന് റിപ്ലൈ കൊടുക്കും. അപ്പോഴാണ് അവൻ ഒരിക്കലും ഇത് വിചാരിച്ചോലും നോക്കില്ലെന്ന് പറഞ്ഞ് അവനെ കേട്ടപ്പോൾ ഷോക്കായി നിറയും. അതിനുശേഷം ഇവൾക്ക് എന്തോ സംസാരിക്കണമെന്നറിയാതെ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുമ്പം പെട്ടെന്ന് ടൈമാണ് ഇവളെ കണ്ട് അടുത്തേക്ക് അങ്ങ് വരും. അങ്ങനെ അവനും തോളിലെ കൈയിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പം ഇവിടെ മറ്റവന് കുറച്ച് അസൂയാകും. അതേസമയം ഹാരിയും അവനെ പിടിച്ച് മാറ്റിവിടാനൊക്കെ നോക്കുമ്പം ഇത് മനസ്സിലാക്കുന്ന ടൈമും എന്തിനാ നാണിക്കുന്നത്, ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞല്ലോ നമ്മളൊരു കപ്പിൾസ് ആണെന്ന്. എന്നിട്ട് അവനും പറയുമ്പോ തന്നെ അവള് നമ്മൾ കഴിക്കാൻ പോകാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ യങ്സയാണ് ഇന്നലെ എന്തോ സംഭവിച്ചതിനെ ഓർത്ത് നോക്കുമ്പം ഇവർ കിസ് ചെയ്തതിനു ശേഷം അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇവർ തമ്മിലെല്ലാം നടന്നു കാണും. അങ്ങനെ അതുകൊണ്ട് അതോലോചിച്ച് ഇവളാണ് ഇവൾക്കെന്തോ വട്ടാണെന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കും. അങ്ങനെ ആ സമയം സേഹുൻ അവിടേക്ക് വന്നിട്ട് ഇവൾ എഴുന്നേറ്റം ചോദിക്കുമ്പം ഇവളാണ് ഇവൾക്ക് അത്യാവശ്യമായിട്ട് വർക്കിന് പോകണമെന്ന് പറഞ്ഞ് ധൃതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് ഇവളോട് മൊത്തത്തിൽ ഇഷ്ടത്തിലായി ഇന്നലെ നമ്മൾ തമ്മിലെല്ലാം നടന്നുകൊണ്ട് നമ്മൾ കപ്പിൾസ് അല്ലേന്ന് അവനിങ്ങനെ പറയാൻ വരുമ്പം ഇവളാണ് പെട്ടെന്ന് ഇന്നലെ നമ്മൾ തമ്മിൽ നടന്നേക്ക് ഒന്നും നടക്കാത്ത പോലെ നീ കാണിക്കാവോ, അതേ എനിക്ക് പറയാവുള്ളൂ. എന്നിട്ട് അവള് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയ ഉടനെ ഇവനാണ് അപ്സെറ്റായി ഒന്നും നടക്കാത്ത പോലെ കാണിക്കണം. എന്നിട്ട് അവനും അവൾക്ക് ഇഷ്ടമല്ലെന്ന് ഇങ്ങനെ തെറ്റിയിരിക്കും. എന്നിട്ട് ഇവിടെ ടൈമുനാണ് ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് കമ്പനിയിൽ നിന്ന് ഫോൺ കോൾ വരും. അങ്ങനെ അതുകൊണ്ട് അവന് ഹാരിയോട് ഇവനിപ്പോ തിരിച്ചു പോകണമെന്ന് പറയുമ്പം അവൾ ഇവന്റെ കൂടെ പോകാൻ തയ്യാറാകും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടേക്ക് വന്നിട്ട് അതിനുമ്പോ നിങ്ങളങ്ങ് പോകുകയാണോ, ഇനി ഒരു ദിവസം കൂടെ നമുക്കെല്ലാം ഒരുമിച്ച് കറങ്ങാം. എന്നിട്ട് അവരൊക്കെ വിളിക്കുമ്പം പെട്ടെന്ന് മിൻവോയും ടൈമു ബോസ് ആയതുകൊണ്ട് ബിസി ആയിരിക്കും. അതുകൊണ്ട് ഹാരി മാത്രം ഇവിടെ നിൽക്കുന്ന പറഞ്ഞ് അവൻ ഹാരി ഇവിടെ നിർത്താൻ വേണ്ടി നോക്കും. ഇത് കേട്ട് ടൈമോനെ ദേഷ്യത്തി ആണോ പിന്നെ ഞാനും കൂടെ ഇവിടെ നിൽക്കാം, എനിക്ക് ഹാരിക്കാലും വലുത് വേറൊന്നുമില്ല അല്ലേ ഹണി, മീറ്റിംഗ് ഒക്കെ എന്ത്, നമുക്ക് ഒരു ദിവസം കൂടെ ഇവരോട് അടിച്ചു പൊളിച്ചിട്ട് പോവാം. എന്നിട്ട് അവനിങ്ങനെ ക്ലോസ് ആയിട്ട് പറയുമ്പോൾ അവളാണ് ഇവൻ എന്തോ കാണിക്കുന്ന പറഞ്ഞ് അവൾക്കൊന്നും വിശ്വസിക്കാനൊക്കത്തില്ല. അതിനുശേഷം അവന്റെ റിച്ച് ആയിട്ടുള്ള പവറൊക്കെ കാണിച്ച് ഇവരുടെ ഫ്രണ്ട് ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവരൊക്കെ ഹാരിയെ കണ്ട് അവർക്ക് അസൂയ വരുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെ പറയുമ്പം ഇവൾ അവരുടെ ഫ്രണ്ട് ചിരിച്ചോണ്ട് ഇവൻ എന്തോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ എവിടം വരെ പോകുന്ന അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവര് ഫിഷിങ്ങിന് വേണ്ടി പോകുമ്പം അവനാണ് ഇവന്റെ കൈ കൊടുത്ത് അവൾ അകത്തേക്ക് കയറി വരാൻ പറയും. അതോടെ അവളുടെ ഹാർട്ട് ബീറ്റ് മൊത്തത്തിൽ കൂടി ഇവൻ ഇങ്ങനെ
ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ അവള് മൊത്തത്തിൽ വീണോന്ന് പറഞ്ഞ് അവള് കൈ കൊടുക്കാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ചുപേരും പോയതിനു ശേഷം ഇവിടെ അവനാണ് പതിയെ ഹാരിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഡോൾഫിൻ ഇന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ടൊക്കെ പറയും. ഇത് കേട്ട് അവൾ ഞെട്ടിപ്പോയി ഇവൾക്ക് ഡോൾഫിൻ ഇഷ്ടമെന്ന് ഇവൻ എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അവനാണ് നീയല്ലേ ഇതിനു മുമ്പ് പറഞ്ഞേ അത് നീ മറന്നുപോയോ. എന്നിന് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ മറ്റേ യൂറയും ഇവൾക്ക് ഡോൾഫിൻ ഇഷ്ടമെന്ന് അവളുടെ ഇൻസ്റ്റാ കണ്ടാൽ തന്നെ എല്ലാവരും അറിയുമെന്ന് പറയും. പിന്നീട് ബോയ് ഫ്രണ്ട് ഈ കാര്യമൊക്കെ എങ്ങനെ അറിയായിരിക്കും എന്ന് പറഞ്ഞ് അവരൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് അവളും അത് ശരിയാ എന്നിന് അവരോടൊക്കെ പറഞ്ഞിട്ട് ടൈമോൻ എങ്ങനെ ഇതൊക്കെ അറിയാന്ന് അവൾക്ക് ചെറിയ കൺഫ്യൂസ് ആയിരിക്കും. അതിനുശേഷം മിൻവോൻ ജലസായി ഒരു സാധാരണ ജോലിക്കാരി എങ്ങനെ കമ്പനിയിലെ ബോസ് ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവന് വെറുപ്പിലൊക്കെ ചോദിക്കുമ്പം ഇത് കേട്ട് ടൈമോ ആണ് അവൻ തന്നെ അവളുടെ പുറകെ നടന്ന് അവന്റെ ഇഷ്ടം പറഞ്ഞെന്ന് പറയും. ഇത് കേട്ട് ഹാരിയും ഇതൊക്കെ എപ്പോഴാ നടന്നേന്ന് ഇവൾ ആദ്യം കണ്ടപ്പോൾ ഭ്രാന്തിയായിട്ടായിരിക്കും ഇവൻ വിചാരിച്ചെന്ന് അറിഞ്ഞിരിക്കും. അതേപോലെ തന്നെ അവനും ഹാരി ആദ്യം കണ്ടപ്പോൾ ഒരു ഭ്രാന്തിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇതേപോലെ ഒരു ഭ്രാന്തിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ അവൾ ഒത്തിരി ഇഷ്ടമായി. നമ്മൾ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ നീ എന്നോട് എന്തോ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ എന്നിന് ഇവനും യഥാർത്ഥത്തിൽ ഇവളെ സ്നേഹിച്ച കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവന് ഇഷ്ടമുണ്ടെങ്കിലും ആ സമയത്ത് ഹാരി ഇവനെ റിജക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇത് കേട്ട് അവളുടെ ഫ്രണ്ട്സും ഇവനെ കണ്ടിട്ട് എന്ത് ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞ് അവരൊക്കെ ഹാരിയെ ചോദ്യം ചെയ്യും. ഇത് കേട്ട് അവൾ എന്തോ പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൈമോ ആണ് അവള് പെട്ടെന്ന് ഇവൻ ഇഷ്ടമല്ലെന്ന് റിജക്ട് ചെയ്തോണ്ട് അവൻ കുറച്ച് ഫാമിലി പ്രഷർ കാരണം വേറെ കുറെ ഡേറ്റിനൊക്കെ പോയെന്ന് പറയും. പക്ഷെ അങ്ങനെ പോയപ്പോഴ ഇവൻ ഹാരി എത്രമാത്രം ഇഷ്ടപ്പെട്ടെന്ന് അവനെ കൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഇവളാണ് ഇതെല്ലാം കേട്ട് വീർത്തിട്ട് ഇവൻ എങ്ങനെ ഈ കള്ളങ്ങളൊക്കെ സത്യം പോലെ ഇങ്ങനെ പറയുന്നത് എന്നിന് അവളും വിചാരിച്ചിട്ട് പെട്ടെന്ന് അവനോട് എങ്കിൽ പിന്നെ ഇന്നെങ്കിലും എന്നെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചോദിക്കാതിരി എന്നിന് അവൾ കൂടെ ചേർന്ന് ആക്ട് ചെയ്യുമ്പോൾ അവനാണ് തീർച്ചയായിട്ടും നീ കുറെ പേര് ഡേറ്റ് ചെയ്തിട്ടില്ല പക്ഷെ നിന്നെ സെറ്റാക്കാൻ കുറെ ഞാൻ പാടുപെടണമല്ല ഇത് കാരണം തന്നെ ഇവളെ സെറ്റാക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെടും എന്നിന് അവനും ചിരിച്ച് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട് അവരൊക്കെ നല്ല അടിപൊളി ലവ് സ്റ്റോറി അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊക്കെ മിൻവോയ്ക്കാണ് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അതിനുശേഷം ഇവിടെ ടൈമോണ് മിൻവോനെ കണ്ടിട്ട് ഇവന് കിട്ടിയ പുതിയ വർക്കിനൊക്കെ അവന് സന്തോഷം എന്ന് പറഞ്ഞ് അവൻ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ മിൻവോയാണ് അവനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവൻ എന്തുകൊണ്ടാ ഹാരിയെ ചൂസ് ചെയ്തെന്ന് ചോദിക്കും. ഇത് കേട്ട് ടൈമോണ് അതെന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം ചോദിക്കുമ്പോൾ ഇവനും കുറച്ച് ദേഷ്യത്തി നിങ്ങൾക്ക് സ്നേഹിക്കുവാണ് എത്രയോ റിച്ച് ആയിട്ടുള്ള പേരെ സ്നേഹിക്കാൻ പറ്റും പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു ജോലിക്കാരിയെ നിങ്ങൾ എന്തിനു സെറ്റാക്കണം എനിക്ക് അതാ മനസ്സിലാകാത്ത എന്നിന് അവൻ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ടൈമോണ് ദേഷ്യത്തി എന്തോ പറയാൻ വരുന്ന ഷിൻഹാരി എന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് വിലയില്ലെന്നാണ്. എന്നെ പോലെ ആൾക്കാരാ സ്റ്റാറ്റസ് വെച്ച് പ്രണയിക്കുന്ന പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടല്ല പ്രണയിക്കുന്നത്. എനിക്ക് അവളുടെ മനസ്സ് മതി. അതുകൊണ്ട് മേലെ ഇനി എന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെ താഴ്ത്തി പറയുവാണ് പിന്നെ ഞാൻ ഇതേപോലെ വെറുതെ നിൽക്കത്തില്ല എന്നിന് അവന് വാൺ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഹാരിയുടെ ഫ്രണ്ട്സ് ആണ് ഇവന്റെ അടുത്ത് ഫിഷിംഗ് ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവനും ആ ഫിഷിംഗ് ചെയ്യുന്ന സാധനമൊക്കെ അവന്റെ അപ്പൂപ്പന്റെ ആന്ന് പറയും. അപ്പോഴാണ് മറ്റേ യൂറയും അവള് മിൻവയും കൂടെ ഫിഷിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ഇവനാണ് ജലസായി അവനേക്കാളും നല്ലോണം ഫിഷിംഗ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി ഇവന് ഫിഷിംഗ് അല്ലേ നമുക്കിപ്പം ചെയ്യാന്ന് പറഞ്ഞ് അവരൊക്കെ വിളിക്കും. എന്നിട്ട് ഇവരൊക്കെ ചൂണ്ടയിട്ട് ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഹാരിയാണ് കുറച്ച് വയ്യാതെ അങ്ങോട്ടേക്ക് മാറി നിൽക്കും. ഇത് കണ്ട് അവൻ അടുത്തേക്ക് വന്ന് ഇവളെന്തിനെ ദൂരെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ കൂടെ മീൻ പിടിക്കാൻ വരാൻ പറയുമ്പം അതേസമയം മിൻവോ ആദ്യം മീനൊക്കെ പിടിച്ച് അവിടെ ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ടൈമോനെ നോക്കി നീ സീറയല്ലെന്ന് പറയുമ്പം അവനാണ് അസൂയപ്പെട്ട് സീറയല്ലടാ തേങ്ങാത്തലയാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്നിന് അവന് ഹാരി മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇവൾക്കാണ് ഇവിടെ മൊത്തം തലർക്കായി വയ്യാതാകും. പക്ഷെ അവന്റെ ഫോക്കസ് ഇപ്പൊ ഫുള്ളും ആ മിൻവോനെ പൊട്ടിക്കുന്നതില്ല. അങ്ങനെ അവസാനം ഇവന്മാർ രണ്ടുപേരും മീൻ പിടിച്ചിട്ട് അവന്മാർ ടൈയാകുമ്പം ഹാരിയാണ് ഇത്ര മതി എന്ന് പറഞ്ഞ് ആൾക്ക് വയ്യെന്ന് പറയാൻ വരും. പക്ഷെ ഇവനാണ് ഈ മിൻവോനെ പൊട്ടിക്കണം എന്ന് പറഞ്ഞ് ഇനി 1 മണിക്കൂറും കൂടെ നമുക്ക് മീൻ പിടിക്കാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹാരി ബോധം കെട്ട് അവിടെ തന്നെ വീഴാൻ നോക്കും. അപ്പോഴാണ് ഈ മിൻവോയാണ് ഇവൾക്ക് എന്താ വയ്യെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പം ഇത് കണ്ട് ടൈമോ അടുത്തേക്ക് ചെന്നിട്ട് ഇവൾ ഓക്കെ ആണെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം അവളെയും വിളിച്ചുകൊണ്ട് അവൻ ആശുപത്രിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ മിൻവോയാണ് അവനെ കൂടെ വരാൻ പറയും. അപ്പോഴാണ് ടൈമോ അതിന്റെ ആവശ്യമില്ല അവൻ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് അവ ഹാരിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ മിൻവോയുടെ ഗേൾഫ്രണ്ട് വീണ്ടും ദേഷ്യമാകും. അതിനുശേഷം പോകുന്ന വഴിക്ക് അവളാണ് ആശുപത്രിയിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞ് ഇവൻ ബിസി ആയിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അവനാണ് ദേഷ്യത്തി മിണ്ടാതെ എന്നോട് ആശുപത്രിയാന്ന് പറഞ്ഞ് അവളെ സൈലന്റ് ആയിട്ടിരിക്കാൻ പറയും. അങ്ങനെ ആ സമയത്ത് തന്നെ ബിസിനസ്സുകാരായിട്ട് ഫോൺ വരുമ്പം ഇവൻ ഇപ്പൊ ബിസിയാന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഫോണും കട്ട് ചെയ്യും. അങ്ങനെ അത് കേട്ട് അവളും ഇവനെ കുറെ വർക്ക് ആണല്ലോ എന്ന് പറഞ്ഞ് നേരെ നാട്ടിൽ പോകാന്ന് പറയുമ്പോൾ അവന് തിരിച്ചൊന്നും പറയാതെ ഇവൾ ആശുപത്രി കൊണ്ടുപോകും. ഇതേ സമയം ഇവിടെ സേഹുനും യങ്സയെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അവൾ ആദ്യം ഇഷ്ടത്തിൽ വീഴുന്ന പോലെ തന്നെയാണ് ഇവൻ ആദ്യം അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടത്തിലായി. അങ്ങനെ അതുകൊണ്ട് അപ്പോഴേ ഇവളെ തന്നെ സെറ്റാക്കണമെന്ന് അവന് ഡിസൈഡ് ചെയ്ത്. പക്ഷെ ഇന്നലെ ഇവർ തമ്മിൽ എല്ലാം നടന്നതിന് ശേഷം അവൾ ഇന്നത് മറക്കാൻ പറഞ്ഞുകൊണ്ട് അവനും ഇവനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞെന്ന് അവൻ വിഷമിച്ചിരിക്കും. അങ്ങനെ അതിനുശേഷം
രാത്രി ടൈം അവളെന്ന് വീട്ടിൽ കൊണ്ടാക്കുമ്പം ഇവൾ ഉറങ്ങുന്നുണ്ട്. അവന് വിളിച്ചുണർത്താതിരിക്കും. അതിനുശേഷം അവൾ തന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വീടെത്തിയ കാര്യം അറിഞ്ഞ് ഇവനെന്താ വിളിക്കാത്തെന്ന് ചോദിക്കുമ്പം അവനാണ് ഇവള് റെസ്റ്റ് എടുക്കുന്നുണ്ട്, അവൻ ഡിസ്റ്റർബ് ചെയ്യാത്തതെന്ന് പറയും. അങ്ങനെ ആ സമയത്ത് വീണ്ടും ബിസിനസ് കോൾ വരുമ്പം ഇവന് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പം അവളാണിത് മനസ്സിലാക്കി ഇവള് കാരണം ഇവന്റെ സമയം മൊത്തം വേസ്റ്റ് ആയി പോയില്ലെന്ന് പറഞ്ഞ് അവൾ സോറി പറയും. അപ്പോഴാണ് അവനും ഇവള് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവന് ഇഷ്ടപ്പെട്ടതുണ്ട് ഇവളുടെ കൂടെ ഫുള്ളും കറങ്ങിയെന്ന് പറയുമ്പം ഇവൾ ഒരു സെക്കൻഡ് ഷോക്കാവും. അങ്ങനെ ആ സമയം ഫോൺ കോൾ എന്ന് പറഞ്ഞ് ഇവൾ ഇവനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് അവൻ വീണ്ടും ഇവളുടെ പുറകെ വന്നിട്ട് ഇവൾക്ക് സത്യത്തിൽ ഒന്നും പിടികിട്ടിയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവൻ എന്തിനെ കുറിച്ച് സംസാരിക്കുന്ന പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവനാണ് ഇവന് സമയം വേസ്റ്റ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ട് ഇവൻ എല്ലാ ജോലിയും കളഞ്ഞ് ഇവളുടെ കൂടെ കറങ്ങിയപ്പോൾ ഇവൾക്കൊന്നും മനസ്സിലായില്ലെന്ന് ചോദിക്കും. അങ്ങനെ അവളും ഇവൻ എന്തോ പറയാൻ വരുന്നതിന് കുറെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ഓപ്പൺ ആയിട്ട് ഇവളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവൻ ഇവളെ സ്നേഹിക്കുമെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവള് പെട്ടെന്ന് ഷോക്കാകുമ്പം അവനാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലും ഇവൾ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഇവളുടെ മറുപടി ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.